അരുണേട്ടനോ? ശ്യാമേ, ശ്യാമേ, എന്താ നീ പറഞ്ഞേ? അതേ എടുത്തി, ആദ്യേട്ടനുമായിട്ടല്ല, നമ്മുടെ അരുണേട്ടനുമായിട്ടാ അശ്വതി ചേച്ചിക്ക് ബന്ധമുള്ളത്. ആ ശ്രീകുട്ടി അവൾ അരുണേട്ടന്റെ കുഞ്ഞാ. ആദ്യേട്ടനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ കള്ളം പറയാന്നായിരിക്കും അമൃത എടുത്തി വിചാരിക്കുന്നത്. അല്ല എടുത്തി, സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വാസ്തവത്തില് ഈ സത്യങ്ങള് എന്റെ നെഞ്ചു കിടന്ന് നേറിപ്പോകുകയായിരുന്നു. ഇപ്പൊ ഇത് എടുത്തിയോട് പറഞ്ഞപ്പോ എന്റെ മനസ്സിലെ ഭാരം പകുതി കുറഞ്ഞു. അരുണേട്ടനുമായിട്ട് ഒരുമിച്ച് പഠിച്ചിരുന്നത് അശ്വതി ചേച്ചി. അവര് തമ്മില് ഇഷ്ടമായിരുന്നു. അങ്ങനെയാ ശ്രീകുട്ടി ജനിക്കുന്നത്. എന്നിട്ട് ആ രഹസ്യങ്ങളൊക്കെ ആദ്യം അറിയായിരുന്നു. അരുണേട്ടന്റെയും അശ്വതി ചേച്ചിയുടെയും ജീവിതത്തിൽ പിന്നീട് എന്തൊക്കെ സംഭവിച്ചെന്നോ അവരെങ്ങനെയാണ് അകന്നു പോയതെന്നോ ഒന്നും ചേച്ചി എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരിക്കലും അവർ അരുണേട്ടനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ആദ്യം ഇതിൽ ഇടപെട്ടത് നമ്മുടെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയാ, നമ്മുടെ അരുണേട്ടന്റെ ജീവിതത്തിൽ തകർച്ച ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ. അശ്വതി ചേച്ചി ഈ നാട്ടിലുള്ള കാര്യമൊന്നും അരുണേട്ടൻ അറിയില്ല. അരുണേട്ടൻ അറിയും മുമ്പ് അശ്വതി ചേച്ചിയെ ഈ നാട്ടിൽ നിന്നും മാറ്റാനായിട്ടാ നമ്മുടെ ആദ്യേട്ടൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എടുത്തി നമ്മൾ തെറ്റിദ്ധരിച്ചത്. ശ്യാമേ, നീ പറയുന്നതൊക്കെ സത്യമാണല്ലോ അല്ലേ? ഞാൻ കള്ളമാണ് പറയുന്നതെന്ന് എടുത്തേക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അശ്വതി ചേച്ചിയും ആദ്യേട്ടനും അരുണേട്ടനും 3 പേരും തെറ്റുകാരല്ല. വിധിയല്ലാതെ മറ്റൊന്നിനെയും കുറ്റപ്പെടുത്താൻ എനിക്ക് തോന്നില്ല എടുത്തി. നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതിലെനിക്ക് സംശയമൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്ക് അശ്വതി ഒന്ന് നേരിട്ട് കാണണം. വേണം എടുത്തി, എനിക്കും അശ്വതി ചേച്ചിയെ കാണണം. ഒരുപാട് കാര്യങ്ങൾ എനിക്കും അറിയാനുണ്ട്. ഞാനൊന്ന് ചേച്ചിയെ വിളിക്കാം. ഹലോ ശ്യാമ. ആ ചേച്ചി, ഞാനും അമൃതയെടുത്തി ഒരുമിച്ചുണ്ട്. ഞങ്ങൾക്ക് ചേച്ചി ഒന്ന് കാണണം. വേണ്ട, ഞാൻ പറഞ്ഞിരുന്നതല്ലേ. അന്ന് ആ സാഹചര്യത്തില് ശ്യാമയോട് ഞാൻ തുറന്നു പറഞ്ഞു. അത് അവിടെ അവസാനിച്ചു. എനിക്കിനി ആരോടും ഒന്നും പറയാനില്ല. ചേച്ചി അങ്ങനെ പറയല്ലേ. അമൃതയെടുത്തിയുടെ ഒരു സമാധാനത്തിന് വേണ്ടി എനിക്ക് ചേച്ചി ഒന്ന് കണ്ടേ പറ്റൂ. ചേച്ചി പ്ലീസ്, ഞങ്ങളൊന്ന് വന്നോട്ടെ. ശരി, വന്നോളൂ. ആ ശരി. നമ്മളോട് ചെല്ലാൻ പറഞ്ഞു. നീ ആരോടാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ആനന്ദ നിലയത്തിലെ ശ്യാമ അമൃതേ. വാ, അകത്തോട്ടിരിക്കാം. വാ. എന്തിനാ ഇങ്ങോട്ട് വന്നേ? കൊല്ലാനോ വളർത്താനോ? അമ്മ ഒന്ന് വെറുതെ മര്യാദക്കിരിക്കേ.
ഇല്ല, വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഒരു പെണ്ണിനെയും ചതിച്ച് ഒരു കുഞ്ഞിനെയും കൊടുത്തിട്ട് അങ്ങ് സുഖിച്ച് ജീവിക്കുക അയാള്. ഇവളൊരു മണ്ടി. ഞാൻ ദിവസവും പറയുന്നതാ അങ്ങോട്ട് ഇടിച്ചു കയറി ചെന്ന് അവകാശങ്ങളൊക്കെ ചോദിച്ചു വാങ്ങണോന്ന്. അമ്മേ, അമ്മേ, ഞങ്ങള് ചേച്ചിയോട് അതേക്കുറിച്ചൊന്ന് സംസാരിക്കാനാ വന്നത്. നിങ്ങൾ എന്താ സംസാരിക്കാൻ പോകുന്നേ? കാര്യങ്ങൾ പറഞ്ഞു ഒതുക്കാമെന്നായിരിക്കും. നിങ്ങൾ സംസാരിക്കൊന്നും വേണ്ട, അവനോട് വരാൻ പറ, ഇവളുടെ കുഞ്ഞിന്റെ അച്ഛനോട്. അമ്മേ, അമ്മ സംസാരം നിർത്തില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. ആ, അയ്യോ സാരമില്ല ചേച്ചി, അമ്മയുടെ വിഷമം ഞങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെന്നാണോ? നിങ്ങൾക്കൊന്നും ഊഹിക്കാൻ പറ്റില്ല. ഇതൊക്കെ അനുഭവിച്ചാലേ അറിയാൻ പറ്റൂ. ഊഹിച്ചാലൊന്നും മനസ്സിലാവില്ല. എന്റെ സ്ഥാനത്തോ ഇവളുടെ സ്ഥാനത്തോ വരണം, അപ്പൊ മനസ്സിലാവൂ ഒക്കെ. അമ്മ സമാധാനായിരിക്കുക. ആദ്യം ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. തീ തിന്നുവാ മോളെ, തീ തിന്ന് ജീവിക്കുക. മനസ്സ് നേറി അങ്ങ് പറഞ്ഞു പോവുക. അമ്മയുടെ വിഷമം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മനസ്സിലാവും. അമ്മ വിഷമിക്കാതിരിക്കണം. വാ മക്കളെ, അകത്തിരിക്കാം. മോളുടെ പേര് ശ്യാമാന്നല്ലേ? അതെ അമ്മ. മോൾ എന്നെ തൊട്ടപ്പോ, എന്നോട് സംസാരിച്ചപ്പോ എന്തോ ഒരു ആശ്വാസം കിട്ടിയതുപോലൊരു തോന്നല്. മനസ്സിനൊരു സമാധാനം വന്നതുപോലെ. മോള് മുൻകൈയെടുത്ത് ഞങ്ങളെ ഒന്ന് രക്ഷിച്ചു തരണം. രക്ഷിക്കാൻ പറ്റില്ല അല്ലേ? ഇല്ല, എനിക്കും എന്റെ മോൾക്കും സന്തോഷമായിട്ടൊരു ജീവിതം പറഞ്ഞിട്ടില്ല. വാ, നിങ്ങൾ വാ. വാ, വാ. ഇരിക്ക്. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ വേണ്ട, ഒന്നും എടുക്കണ്ട. ആ സാരമില്ല. അമ്മേ, അമ്മ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കണേ. ആ ശരി മോളെ. അശ്വതി, ഇരിക്കെ. പിന്നെ നമ്മൾ മൂന്നുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നത് കൊണ്ട് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ചേച്ചി, ഞാൻ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം ഞാൻ അമൃതയെടുത്തി അറിയിച്ചിട്ടുണ്ട്. അമൃത, നിങ്ങളുടെ കുടുംബത്തിൽ ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ട് വന്നതിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. അയ്യോ, മാപ്പ് ചോദിക്കേണ്ടത് എന്നോട് അശ്വതിയല്ല. എന്റെ തെറ്റിദ്ധാരണ കാരണം താലികെട്ട് ചടങ്ങ് തന്നെ മാറിപ്പോയ ശ്യാമയോട് ഞാനാ. എടുത്തി, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പതാ അമൃതയടുത്തേക്ക് എന്തൊക്കെയാ ചോദിക്കാനുണ്ടെന്ന് ചോദിച്ചോ. അശ്വതി, ആദ്യം ചോദിക്കേണ്ടത് ഇതാ. അശ്വതി ശ്യാമയോട് പറഞ്ഞതൊക്കെ സത്യമാണല്ലോ അല്ലേ? എന്തായിരിക്കും പോയത്? നോക്കാം. ഈ ഫോട്ടോകളൊക്കെ നശിപ്പിച്ചു കളയണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
പക്ഷെ അതിന് മനസ്സ് വന്നിട്ടില്ല. അമൃതയുടെ ഭർത്താവ് ആദിത്യനല്ല എന്റെ ജീവിതത്തിലുണ്ടായിരുന്നെന്ന് ഇപ്പൊ വ്യക്തമായല്ലോ. അപ്പൊ ഇനി ഇക്കാര്യം ഓർത്ത് വിഷമിക്കണ്ട. മോളെ, ആ ദാ. കാര്യങ്ങൾ വ്യക്തമായിട്ട് സംസാരിക്കണം. എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവണം. അമ്മ സമാധാനായിട്ടിരിക്കും. അമ്മ ചെല്ല. അടുത്തതറിയേണ്ടത് ഞങ്ങൾ എന്തുകൊണ്ട് പിരിഞ്ഞു എന്നായിരിക്കും അല്ലേ? അതെ, അതിനെക്കുറിച്ചൊന്നും ചേച്ചി പൂർണ്ണമായിട്ട് പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോ അത് പറയാതിരുന്നിട്ട് ഒരു കാര്യമില്ല. പറഞ്ഞേക്കാം. ഞങ്ങളുടെ ഇടയിൽ ഒരു വില്ലൻ വന്നു. വില്ലനല്ല, വില്ലത്തി വന്നു. അതാരാ? ആളിനെ നിങ്ങക്ക് നന്നായിട്ടറിയാം. പേര് വസുന്ധര. അമ്മ, ഉമ്മയാ? അതെ, നിങ്ങളുടെ അമ്മായിയമ്മ, അരുണിന്റെ അമ്മ. ആ അമ്മയായിരുന്നു ഞങ്ങളെ തമ്മിൽ പിരിച്ചത്. പക്ഷേ നിങ്ങളെ തമ്മിൽ എത്രയോ വട്ടം നേരിട്ട് കണ്ടിരിക്കുന്നു. ചേച്ചിക്ക് മോതിര സമ്മാനം തന്നു, പിന്നെ ചേച്ചി ബ്ലഡ് കൊടുത്തിരുന്നു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അമ്മ തിരിച്ചറിഞ്ഞില്ലല്ലോ. അമ്മ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് പറഞ്ഞു കേട്ടുള്ള അറിവേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നാലും അശ്വതിയുടെ പേര് കേട്ടിട്ടും തിരിച്ചറിഞ്ഞില്ലേ? അത് ഞാൻ പറയാം. എന്റെ പേര് അശ്വതി എന്നല്ല. അഭിരാമി എന്നാ എന്റെ പേര്. അല്ല, അതെന്തിനാ പേര് മാറ്റിയത്? അങ്ങനെ മാറ്റണം തോന്നി. അഭിരാമി എന്ന പേര് വെച്ച് അരുൺ എന്നെ കുറിച്ച് അറിയാൻ പാടില്ല എന്ന് തോന്നി. അങ്ങനെയാ ഞാൻ അശ്വതിയായത്. അതുകൊണ്ട് തന്നെ അരുണും അമ്മയൊന്നും എന്നെ ഇതുവരെ തിരിച്ചറിഞ്ഞില്ല. അത് അരുണേട്ടന് ചേച്ചിയെ യഥാർത്ഥത്തിൽ ഇഷ്ടമായിരുന്നോ അതോ കോളേജ് പ്രേമം മാത്രമായിരുന്നോ എന്നാണോ? അരുണും ഞാനും സത്യസന്ധമായി ഇഷ്ടപ്പെട്ടിരുന്നവരാ. ഞാൻ കണ്ടതിൽ ഒരു നല്ല മനുഷ്യനായിരുന്നു അരുൺ. അരുൺ എന്നെ ഉപേക്ഷിച്ചതല്ല. ഞാൻ അരുണിനെ വഞ്ചിച്ചു പോയെന്നൊക്കെ ഒരു കഥ അരുണിലേക്ക് എത്തി. കൃത്യമായി ഒരുക്കിയ ഒരു നാടകമായിരുന്നു അതൊക്കെ. പക്ഷെ ആദിത്യനെല്ലാം അറിയായിരുന്നു. അമ്മയുടെ വാശിക്ക് മുന്നിൽ ആദിത്യന് വഴങ്ങേണ്ടി വന്നു. ശ്രീകുട്ടി ജനിച്ചിട്ടും അരുണേട്ടനെ കണ്ടെത്തണം തോന്നിയില്ലേ? ശ്രീകുട്ടി ജനിച്ചതുകൊണ്ടാ ഒരിക്കലും അരുണിനെ കാണണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത്. വിവാഹം കഴിച്ച് സന്തോഷത്തോടെ കഴിയുന്ന അരുണിന്റെ ജീവിതം അരുണിന്റെ തന്നെ കുട്ടി കാരണം തകരണ്ടെന്ന് ഞാൻ കരുതി. പിന്നെ ഇതിനിടയ്ക്കൊരു ജയിൽവാസം ഉണ്ടായി. ജയിൽവാസോ? അതെന്തിനാ? അത് വേറൊരു കഥയാ. പിന്നീടൊരിക്കൽ പറയാം. എന്തായാലും ശ്യാമയും അമൃതയും പേടിക്കണ്ട. ഞാൻ ഒരിക്കലും അരുണിന്റെ ജീവിതത്തിലേക്ക് വരില്ല. ഒരവകാശവും ചോദിച്ച് ഞാൻ വരില്ല. അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവണ്ട. ചേച്ചി എന്തിനാ ആ രീതിയിലൊക്കെ സംസാരിക്കുന്നേ? ചേച്ചിയുടെ കാര്യങ്ങൾ അറിഞ്ഞത് മുതൽ ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാ ഞങ്ങൾ ചിന്തിക്കുന്നേ. അശ്വതി, ടെൻഷൻ അടിക്കുന്ന കാര്യമാണെങ്കിൽ തന്നെക്കാളും പ്രശ്നങ്ങൾ ശ്യാമയ്ക്കുണ്ട്. തന്റെ കാര്യങ്ങൾ കുറച്ചു കണ്ടതല്ല. അവകാശം പറഞ്ഞു വരുമെന്ന് ഞങ്ങൾക്ക് ടെൻഷനാണെന്ന് അശ്വതി പറഞ്ഞതുകൊണ്ടേ ഒന്ന് സൂചിപ്പിച്ചതാ. സോറി. നിങ്ങളെപ്പോലെ രണ്ടുപേര് സ്നേഹത്തോടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നത് തന്നെ വലിയ നന്ദിയുള്ള കാര്യമാ.
പെട്ടെന്ന് ഞാനെന്തോ അങ്ങ് പറഞ്ഞു പോയതാ. സോറി. ഏയ് ക്ഷമയൊന്നും ചോദിക്കല്ലേ ചേച്ചി. അതിരിക്കട്ടെ, ഇനി അശ്വതിയുടെ ലക്ഷ്യം എന്താ? എനിക്ക് എന്റെ മോളെ നന്നായിട്ട് വളർത്തണം. അവക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അതാ ഇപ്പോഴത്തെ എന്റെ ലക്ഷ്യം. കുറച്ചുകൂടി കഴിയുമ്പോ അവൾ അച്ഛനെ അന്വേഷിച്ച് തുടങ്ങുമായിരിക്കും. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് തന്നെ അവളെല്ലാം മനസ്സിലാക്കുമായിരിക്കും. എന്തായാലും അപ്പോഴത്തെ കാര്യങ്ങള് അപ്പം നോക്കാം. ചേച്ചി ഒരു കാര്യം ഞങ്ങൾ വാക്ക് തരിക, ചേച്ചിക്ക് ദോഷം ഉണ്ടാക്കുന്ന ഒന്നും ഞങ്ങൾ ഒരിക്കലും ചെയ്യില്ല. ചേച്ചിയുടെ അവസ്ഥ എന്താന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ആ അവസ്ഥയിലും ചേച്ചി അരുണേട്ട കുടുംബത്തിന് ബുദ്ധിമുട്ട് വരാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അത് ചേച്ചിയുടെ നന്മയോ? അതെ അശ്വതി, അതാണ് സത്യം. പിന്നെ എന്ത് കാര്യമുണ്ടെങ്കിലും അപ്പൊ തന്നെ ഞങ്ങളെ അറിയിക്കണം. ഞാൻ കൃത്യമായിട്ട് അറിയിച്ചോളാം. എന്തായാലും ചേച്ചിയെക്കുറിച്ച് എന്തെങ്കിലും ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളതിൻ്റെ സൂചന പോലും ഞങ്ങൾ ആർക്കും കൊടുക്കില്ല. പിന്നെ ഞങ്ങളുടെ ഭർത്താക്കന്മാർ പോലും ഒന്നും അറിയില്ല. അതെ, അതാ നല്ലത്. പിന്നെ ഒരു കാര്യം കൂടി, എന്താവശ്യമുണ്ടെങ്കിലും ചേച്ചി ഞങ്ങളോട് ചോദിക്കാൻ മടിക്കരുത്. കാശിനൊക്കെ ബുദ്ധിമുട്ടാണെന്നറിയാം. ഞങ്ങൾ കാശൊക്കെ കൃത്യമായിട്ട് എത്തിച്ചോളാം. ശ്യാമ, അതൊന്നും വേണ്ട. ഇപ്പൊ തന്നെ ശ്യാമ നല്ലൊരു തുക തന്നിട്ടുണ്ട്. ഇനി എനിക്ക് കാശ് തരല്ലേ? അതെ, അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞങ്ങൾ ചേച്ചിക്കല്ല, ഞങ്ങളുടെ അരുണേന്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാ കാശ് തരുന്നത്. സത്യത്തില് ശ്യാമയുടെ വാക്കുകൾ കേട്ടപ്പോ മനസ്സിന് ആകെപ്പാടെ ഒരു സന്തോഷം വന്ന പോലെ. എനിക്ക് ആരൊക്കെ ഉണ്ടെന്നൊരു തോന്നല്. എത്രയോ കാലത്തിന് ശേഷം എനിക്കിന്ന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നൊരു തോന്നൽ. എനിക്ക് ചില കാര്യങ്ങള് നല്ല ഭയമുണ്ട്. അവിടെ ചിലപ്പോ നിങ്ങളുടെ സഹായം വേണ്ടി വരും. ഭയോ? എന്ത് ഭയം? അത് 2 പേര്, ജഗന്നാഥനും ജയേഷും. അവരെന്റെ ജീവിതം കുഴപ്പത്തിലാക്കുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. ചേച്ചി ധൈര്യമായിരിക്കും. ഞങ്ങൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാ ചേച്ചിയുടെ കാര്യത്തിൽ ഇറങ്ങിയത്. നമുക്ക് നോക്കാം. ആ ജയേഷ് വിവാഹാലോചന വരെ എത്തിയിട്ടുണ്ട്. പേടിക്കാതെ അവര് വരട്ടെ. നിങ്ങൾ മാത്രമല്ലല്ലോ, ഞങ്ങൾക്കും ഉണ്ടല്ലോ ആൾക്കാര്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം.